നവംബർ 5 വിശുദ്ധ സക്കറിയാസിന്റെയും എലിസബത്തിന്റെയും തിരുനാളിൽ ആഗോളസഭ. ഹെറോദേസ് രാജാവിന്റെ കാലത്ത് അബിയായുടെ കുടുംബത്തിൽ ജനിച്ച ഒരു പുരോഹിതനാണ് സക്കറിയാസ്. അഹരോന്റെ പുത്രിമാരിൽ ഒരാളായ എലിസബത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അവൾ വന്ധ്യയായിരുന്നതിനാൽ അവർക്ക് മക്കളില്ലായിരുന്നു. ഇരുവരും വയോവൃദ്ധരായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ധൂപാർപ്പണ സമയത്ത് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സക്കറിയാസെ, ഭയപ്പെടേണ്ട, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. സക്കറിയാസ് ഈ വാക്കുകൾ വിശ്വസിച്ചില്ല. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഈ സദ്വാർത്ത നിന്നെ അറിയിക്കുവാൻ ദൈവം എന്നെ അയച്ചതാണ്. അവ നീ വിശ്വസിക്കാകിയാൽ ഇത് സംഭവിക്കുന്നതുവരെ നീ സംസാരശക്തി നഷ്ടപ്പെട്ട് ഊമനായിരിക്കും. മാലാഖയുടെ വചനം പോലെ തന്നെ സംഭവിച്ചു. എലിസബത്ത് യഥാകാലം ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടിക്ക് പേരിടേണ്ട ദിവസം വന്നപ്പോൾ യോഹന്നാൻ എന്ന് പേരിടണമെന്ന് എലിസബത്ത് പറഞ്ഞു. അങ്ങനെ ആ കുടുംബത്തിൽ ആർക്കും പേരില്ലല്ലോ എന്ന് ചിലർ വാദിച്ചപ്പോൾ പിതാവിന്റെ അഭിപ്രായം എഴുതി കാണിക്കാൻ ആവശ്യപ്പെട്ടു. യോഹന്നാൻ എന്നായിരിക്കണം അവന്റെ പേരെന്ന് എഴുത്തുപലകയിൽ അതെഴുതി. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. സക്കറിയാസിന്റെ നഷ്ടപ്പെട്ട സംസാരശേഷി ദൈവം തിരികെ നൽകുകയും ചെയ്തു. സക്കറിയാസ് ദൈവത്തെ സ്തുതിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന സങ്കീർത്തനം പാടി. പ്രസ്തുത സങ്കീർത്തനത്തിൽ സക്കറിയാസ് ഇങ്ങനെ പ്രവചിച്ചു, കുഞ്ഞെ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ നീ അവിടുത്തെ മുൻപേ പോകും. വിശുദ്ധ സക്കറിയ, എലിസബത്തെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.